ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച വരും ദിവസങ്ങളൊക്കെ ആയിട്ട് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് എത്താൻ പോകുന്ന മലയാളം അടക്കമുള്ള നിരവധി ലാംഗ്വേജിലുള്ള സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വിജയ് സേതുപതി, അരവിന്ദ് സ്വാമി, അതിഥി റാവു, സിദ്ധാർത്ഥ് ജാദവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായത് ഗാന്ധി ടോക്സ് എന്ന് പറയുന്ന സിനിമ. ജനുവരി മാസം 30 തിയേറ്ററെത്തിയ ചിത്രത്തിന് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഒരു നിശബ്ദ ചിത്രം കൂടിയായിരുന്നു ഗാന്ധി ടോക്സ്. തമിഴ്നാട് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്ന് മറാഠി ചിത്രങ്ങളോട് ശ്രദ്ധേയനായിട്ട് മാറിയ കിഷോർ പണ്ഡരേക്കർ ആയിരുന്നു. ഇപ്പോഴത്തെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. C5 OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 6 സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാനി എന്ന് പറയുന്ന സിനിമയുടേതാണ്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ തമിഴിൽ നിന്ന് റിലീസ് എത്തിയ ഗ്രാനി എന്ന് പറയുന്ന സിനിമയുടേതാണ്. ജനുവരി മാസം 30 തിയേറ്ററെത്തിയ ചിത്രമായത് ഗ്രാനി എന്ന് പറയുന്ന സിനിമ. വിജയകുമാരൻ ഡയറക്ട് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടിരുന്നു. ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു ഗ്രാനി എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 6 സൺനെക്സ്റ്റ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ ചിത്രത്തിനായിട്ട്. അതോടൊപ്പം തന്നെ തമിഴിൽ ഈ വർഷത്തെ ഹിറ്റ് ലിസ്റ്റ് ഇടം നേടിയ ചിത്രമായിരുന്നു വിത്ത് ലവ് എന്ന് പറയുന്ന സിനിമ. അഭിഷേക് ജീവിന്ദ്, അനശ്വര രാജൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി മദൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു വിത്ത് ലവ് എന്ന് പറയുന്ന സിനിമ. ചിത്രം ഫെബ്രുവരി മാസം 3 തിയേറ്ററിലെത്തി ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി മുന്നേറുന്ന ചിത്രം കൂടിയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 36 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ ലഭ്യമായിരിക്കണം. നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 6 സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. തമിഴും തെലുങ്കിലുമായിട്ട് നമുക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഈ ആഴ്ച OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് എത്താൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കിയാൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ് ഓം ശാന്തി 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 എന്ന് പറയുന്ന സിനിമയാണ്. സൂരജ് യരബോലു, ആദിത്യ പട്ടി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമൊക്കെ AR സജീവ് അണിയിച്ചിരിക്കിയ ചിത്രമായിരുന്നു ഓം ശാന്തി 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 എന്ന് പറയുന്ന സിനിമ. ജനുവരി മാസം 30 തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടെന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് ചെയ്ത് പുറത്തുവിട്ടിരിക്കുകയാണ്. ആഹ OTT പ്ലാറ്റ്ഫോം OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 4 അതായത് നമുക്ക് നാളെ ഈ സിനിമയെ ആഹ പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് ചിത്രം റിലീസ് എത്താൻ പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദി ചിത്രത്തിൻ്റെതാണ്. സുബേദാർ എന്നാണ് ചിത്രത്തിന്റെ പേര്. അനിൽ കപൂർ കേന്ദ്ര കഥാപാത്രം നടത്തിയ ചിത്രമായിരുന്നു സുബേദാർ എന്ന് പറയുന്ന സിനിമ. സുരേഷ് തിവാരിയായിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അനിൽ കപൂറിനോടൊപ്പം രാധിക മടാൻ, ഖുശ്ബു സുന്ദർ, സുരഭ് ശുക്ല തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം നടത്തിയ ചിത്രമായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 5 ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മലയാള ചിത്രത്തിൻ്റെതാണ്. ഇന്ദ്രജിത് സുകുമാരൻ കേന്ദ്ര കഥാപാത്രം നടത്തി ഡിസംബർ മാസം തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ധീരം എന്ന് പറയുന്ന സിനിമ. ജിതിൻ സുരേഷ് ഡയറക്ട് ചെയ്ത ചിത്രത്തിൽ ഇന്ദ്രജിത് സുകുമാരനോടൊപ്പം തന്നെ രഞ്ജി പണിക്കർ, അജു വർഗീസ്, നിഷാന്ത് സാഗർ, ദിവ്യ പിള്ള, റബ മോണിക്ക ജോൺ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു. ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് ചെയ്ത് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. സൺനെക്സ്റ്റ് ഈ വരുന്ന മാർച്ച് മാസം 6 ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ആഘോഷമാക്കി 2026 ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ ചിത്രമായിരുന്നു പ്രകമ്പരം എന്ന് പറയുന്ന സിനിമ. ഗണപതി, സാഗർ സൂര്യ, അല്ലാമീൻ, രാജേഷ് മദൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി വിജേഷ് പാണത്തൂർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു പ്രകമ്പരം എന്ന് പറയുന്ന സിനിമ. ജനുവരി മാസം 30 തിയേറ്ററെത്തിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 26 കോടിക്ക് മുകളിലുള്ള കളക്ഷനൊക്കെ സ്വന്തമാക്കി ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് C5 സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട്. C5 ചിത്രത്തിനെ ഈ വരുന്ന ആഴ്ച തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് വരും ദിവസങ്ങളായിട്ട് അറിയാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ 2025 ഡിസംബർ മാസം തിയേറ്ററോടെത്തിയ ചിത്രമായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രം നടത്തിയ വിരായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. പൃഥ്വിരാജിനോടൊപ്പം തന്നെ ഷമി തലേനും കേന്ദ്ര കഥാപാത്രം നടത്തിയ ചിത്രം ജയൻ നമ്പ്യാരായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറിയെങ്കിലും ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് നിരവധി സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ വരുന്ന മാർച്ച് മാസം തന്നെ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളിൽ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.